കൊല്ലം ചാത്തന്നൂർ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുമുഖങ്ങളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും സംഘടനയായ താരോദയം ന്യൂ ഫേസ് ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ 5ാം വാർഷിക സംസ്ഥാന സമ്മേളനം നടന്നു. ഓഗസ്റ്റ് 2-ാം തീയതി കൊല്ലം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം താരോദയം പ്രസിഡന്റ് അനിൽ മാധവ് അധ്യക്ഷത വഹിച്ചു. കവി മണി ചന്താപൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഇവിടെ താരോദയം എന്ന സംഘടനയുടെ 5ാമത് വാർഷിക ആഘോഷവും കുടുംബ സംഗമവുമാണ് മുഖ്യമായും നടക്കുന്നത്. സുദീർഘമായ വർത്തമാനങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യവും പാട്ടും അരങ്ങേറ്റങ്ങൾക്കുമൊക്കെ തന്നെയാണ് പ്രാധാന്യമുള്ളത്. എങ്കിൽ പോലും ശ്രീ അനിൽ മാധവൻ അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കലാരംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖക്കാരായ ആളുകളെ പരിചയപ്പെടുത്തി ആ വലിയ ഇൻഡസ്ട്രിയിലേക്ക് ഒരു പ്രവേശനം നൽകുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ശ്ലാഘനീയമാണ്. അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ. നമുക്കറിയാം, ഈ പെർഫോമിങ്ങിൻ്റെ ഒരുപാട് സാധ്യതകളുള്ളൊരു കാലമാണ് നമ്മുടേത്. വലിയ സിനിമകൾക്കപ്പുറത്ത് ഷോർട്ട് ഫിലിമുകൾ, ചെറിയ ഫിലിമുകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും വളരെ വളരെ അനന്തമായ സാധ്യതയുണ്ട് വലിയ സിനിമകളേക്കാൾ. അപ്പോൾ അവിടെ എങ്ങനെ നമ്മുടെ പെർഫോമൻസിനാണ് അവിടെ പ്രാധാന്യം. സിനിമയുടെയും നാടകത്തിൻ്റെയും ഒക്കെ രീതികൾ ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അഭിനയത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോഗിക്കാൻ കഴിയുന്ന പുതിയ തരത്തിലുള്ള അഭിനയ സങ്കേതങ്ങൾ, നാടക സങ്കേതങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത് ഏകപാത്ര നാടകങ്ങളാണ്. നമ്മൾ 2-2.5 മണിക്കൂറൊക്കെ കണ്ടുകൊണ്ടിരുന്ന നാടകങ്ങൾ കേവലം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിലേക്ക് മാറി ഒറ്റ കഥാപാത്രം തന്നെ വിവിധ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിൻ്റെ ഏറ്റവും പുതിയ സങ്കേതങ്ങൾ ഒക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ അഭിനയത്തിൻ്റെ അനന്തമായ സാധ്യതകളാണ് ഒരാളിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അഭിനയശേഷി, നമ്മുടെ അഭിനയ വൈദഗ്ധ്യം ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളെ പ്രയോജനപ്പെടുത്തുകയും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് അക്കാഡമിക്കായിട്ട് ഒക്കെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അങ്ങനെ ഒരു സംഗതിയുണ്ട്, അക്കാഡമിക്കായി അറിയുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. പക്ഷേ അക്കാഡമിക് അല്ലെങ്കിൽ പോലും നമ്മുടെ അഭിനയ സാധ്യതകൾ, മറ്റ് സാങ്കേതിക സാധ്യതകളൊക്കെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കലാരംഗം, എല്ലാ രംഗവും വളരെ വിശാലമാണ്. അക്കാഡമിക് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു തലത്തിലാണത്. അത് നമ്മളിപ്പോൾ സിനിമയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. സിനിമ ഒരാൾ എടുക്കുകയില്ല. സിനിമയുടെ സങ്കേതങ്ങൾ, സാങ്കേതികതകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ ഒരാൾ സിനിമ എടുക്കില്ല. അത്രത്തോളമാണ് സിനിമയുടെ സങ്കീർണതകൾ. അപ്പോൾ അത് അങ്ങനെ പരീക്ഷിക്കാത്ത സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്കിൽ പോലും നമ്മൾ സിനിമാ സങ്കേതങ്ങൾ, നാടക സങ്കേതങ്ങൾ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാമ്പിശ്ശേരി കരുണാകരൻ്റെ, ജനയുഗത്തിൻ്റെ പത്രാധിപരായിരുന്ന കാമ്പിശ്ശേരി കരുണാകരൻ്റെ അഭിനയ ചിന്തകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അഭിനയത്തിൻ്റെ സാങ്കേതികതകളാണ് ആ പുസ്തകത്തിൽ. അദ്ദേഹം അഭിനയ നേതാവൊന്നുമില്ല, പക്ഷേ അദ്ദേഹം തോപ്പിൽ ഭാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹം സജീവമായിട്ട് ഒരു അഭിനയ നേതാവൊന്നുമല്ല, പത്രപ്രവർത്തകനായിരുന്നു, മുഖ്യമായിട്ട് എഴുത്തുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം അഭിനയ ചിന്തകൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൂടെ അഭിനയത്തിൻ്റെ സാങ്കേതികതകളാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ ആസ്വാദകരിലേക്ക് എത്തിച്ച് അത് ഏറ്റവും തീക്ഷ്ണമായിട്ട് അവതരിപ്പിക്കാൻ ഒരു നടിക്ക് സാധിക്കുന്നത് എങ്ങനെ, അതിൻ്റെ സാങ്കേതികതകളാണ് അദ്ദേഹം ഒരു വലിയ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ല. ഒരു എഴുത്തുകാരൻ നിർമ്മിക്കുന്ന
ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുന്ന ആളാണ് നടൻ നടി എന്ന് പറയും. ജീവൻ കൊടുത്തത് പുലിപ്പിക്കുന്ന ആളാണ് നടനും നടിയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് അസാധാരണമായിട്ടുള്ള ഒരു ശേഷിയാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിനുള്ള വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. ആ വികാസം എന്ന് പറയുന്ന ആ അഭിനയ വികാസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് ഈ ഏകപാത്ര നാടകങ്ങളിലാണ് പലപ്പോഴും. ലാലിൻ്റെയൊക്കെ ഏകപാത്ര നാടകമുണ്ട്, മോഹൻലാലിൻ്റെയൊക്കെ ഏകപാത്ര നാടകങ്ങളുണ്ട്, ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന നാടകങ്ങൾ. അവിടെയൊക്കെ ആ കഥാപാത്രം കൊണ്ടുവരുന്ന അഭിനയ വൈവിധ്യങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഭിനയ ശേഷിയെ വികസിപ്പിച്ചെടുക്കാൻ അങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്. ഏതായാലും ഈ താരോദയത്തിലൂടെ പ്രൊജക്റ്റുകൾ ഉണ്ടാവണം. നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ, ചെറിയ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കാൻ, അതിങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കാൻ, അത് ഏറ്റവും ഫലപ്രദമായി സമൂഹത്തിന് ആവശ്യമായ തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും അധികം സ്വീകാര്യത ലഭിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹം ഒരുപാട് വിഷയങ്ങളിൽ വളരെ സങ്കീർണത, മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കുടുംബ ശൈഥില്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വളരെ സങ്കീർണത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ ഇത്തരം ഒരു സംഘടനയുടെ പിൻബലത്തോടു കൂടി നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ സാധ്യതയായിരിക്കും. അത്തരം സാധ്യതകളൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താൻ സംഘടനയ്ക്ക് സാധിക്കട്ടെ, അതിലൂടെ വരുന്ന അഭിനേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന ഒരു ആശംസയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കവിത എഴുതുന്ന ആളെന്ന നിലയിൽ ഒരു കവിത ചൊല്ലിക്കൊണ്ട് ഞാനും അവസാനിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കവിതയുടെ പേര് പെണ്ണൊഴിഞ്ഞ വീട്. പെണ്ണൊഴിഞ്ഞ വീട്ടിൽ കറുക മുത്തങ്ങ പുല്ലുപായി വിരിക്കും, കരിയിലക്കിളികൾ കലപില വയ്ക്കും, ചിതൽ പുറ്റുകേറും ഇലത്തണുപ്പിൽ കരിനാഗക്കുരുന്നുകൾ കുറുവടിയായി കിടക്കും. പെണ്ണൊഴിഞ്ഞ വീടിൻ ചുവരോരങ്ങളിൽ കുഴിയാനകുമ്പിൾ കുത്തിക്കളിക്കും, പല്ലി വായിൽ പെടുക്കും, അട്ടപഴുതാര പാറ്റ വെട്ടിൽ വേട്ടാളൻ കൂടുകൂട്ടും, എട്ടുകാലന്മാർ മച്ചിലെങ്ങും കെണിവല വച്ചു പാത്തിരിക്കും, ഉത്തരപാതയിൽ ഗജമുഖവാഹനം കുതികുതിക്കും. പെണ്ണൊഴിഞ്ഞ വീട്ടിൽ കേൾക്കാം കുറ്റിച്ചൂലിൻ്റെ നിലവിളി, പെണ്ണൊഴിഞ്ഞ വീട്ടിൽ കേൾക്കാം കുറ്റിച്ചൂലിൻ്റെ നിലവിളി, അരകല്ലിൻ്റെ ഗദ്ഗതം കാണാം അടുപ്പിൻ ഘനമൗനം, കാണാം അടുപ്പിൻ ഘനമൗനം, പൂത്തകിനാവുപോൾ മൺചട്ടികൾ, ക്ലാവു ചുംബിച്ച പാത്രങ്ങൾ, മുഷടുവാടമണക്കും ഉടയാടകൾ, മുച്ചൂടും മുടിഞ്ഞകം, അഭിസാരികാഗൃഹം പോലെ പെണ്ണൊഴിഞ്ഞ വീട്. പെണ്ണൊഴിഞ്ഞ മുറ്റത്തു ചെടി തളിർക്കാറില്ല, പെണ്ണൊഴിഞ്ഞ മുറ്റത്തു ചെടി തളിർക്കാറില്ല, പൂക്കൾ ചിരിക്കില്ല, പുതുനാമ്പു പൊട്ടില്ല, വണ്ട് തുമ്പികൾ ചിത്രപതംഗങ്ങൾ നൃത്തച്ചുവടുവയ്ക്കാറില്ല, പെണ്ണൊഴിഞ്ഞ വീട് മനോനില തെറ്റിയ മുഴുഭ്രാന്തിയെപ്പോലെ. ഇനി ഭർത്താക്കന്മാരുടെ കാര്യമാണ്. പെണ്ണൊഴിഞ്ഞ വീടിൻ നെടുന്തൂൺ പച്ചയ്ക്കു കത്തും, പെണ്ണൊഴിഞ്ഞ വീടിൻ നെടുന്തൂൺ പച്ചയ്ക്കു കത്തും, ഉള്ളറകളിൽ ഇടിമിന്നൽ കൊടും കാറ്റടിക്കും, ആത്മദാഹങ്ങളാൽ അസ്ഥിമജ്ജയിൽ ഉഗ്രസ്ഫോടനങ്ങൾ പിറക്കും, പകലിരവുകൾ ബീഭത്സമാകും, കിനാവുകൾ കയർ കിണർ പാളങ്ങൾ കണ്ട് പിടഞ്ഞു പിടഞ്ഞുണരും. പെണ്ണൊഴിഞ്ഞ വീടെങ്ങനെ, പെണ്ണൊഴിഞ്ഞ വീടിങ്ങനെ. കവിത ഇങ്ങനെ അവസാനിക്കുന്നു. സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ഒക്കെ പ്രാധാന്യം സമൂഹത്തിൽ, വീടുകളിൽ, മനുഷ്യ ജീവിതത്തിൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കവിത. അങ്ങനെ ഒരു പ്രാധാന്യം പുരുഷന്മാരും തിരിച്ചറിയണം, പുരുഷന്മാരെ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ തിരിച്ചറിയണം. അങ്ങനെയാണ് നല്ല കുടുംബങ്ങളും നല്ല സമൂഹവും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. സംഘടനയ്ക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താരോദയം സമ്മേളന കൺവീനർ വിപിൻ ദേവാലയം സ്വാഗതം ആശംസിച്ചു. ഇപ്പോൾ സമുദ്രതീരത്തിൻ്റെ പുതിയ കെട്ടിടമായ ഇവിടെ ഈ 5ാമത് കുടുംബസംഗമവും വാർഷിക സമ്മേളനവും
നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. താരോദയത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുമോ എന്നെനിക്കറിയില്ല. താരോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന പുതുമുഖങ്ങളുടെയും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെയും ഒരു സംഘടനയാണ് താരോദയം. താരോദയം ന്യൂ ഫേസ് ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ. ഏകദേശം 7 വർഷത്തോളമായി ഈ സംഘടന രജിസ്റ്റർ ചെയ്തിട്ട് 2022 താരോദയം എന്ന നമ്മുടെ ഈ സംഘടന നമ്മൾ രജിസ്റ്റർ ചെയ്തത്. മിസ്റ്റർ അനിൽ മാധവ് സ്ഥാപക പ്രസിഡൻ്റായ മിസ്റ്റർ അനിൽ മാധവ് തന്നെയാണ് ഇന്നും താരോദയത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇന്നും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം എനിക്ക് ഈ സംഘടനയുടെ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കേണ്ട ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി. ഇതിനു മുമ്പുള്ള എല്ലാ സമ്മേളനങ്ങളിലും കുടുംബ സംഗമങ്ങളിലും പങ്കെടുക്കാനും എനിക്ക് കഴിഞ്ഞു. നമ്മുടെ സംഘടനയിൽ നിന്ന് തന്നെ ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തൊക്കെ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് അവരുടേതായ ഒരു സ്ഥാനം അവരിപ്പോഴും അലങ്കരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ താരോദയത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഹരിദേവ് ഇന്ന് മലയാള സീരിയൽ രംഗത്ത് നല്ല വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അതുപോലെ തന്നെ ഉഷാദ് പത്തനംതിട്ടയൊക്കെ നമ്മുടെ താരോദയത്തിൻ്റെ പ്രിയങ്കരരായ കലാകാരന്മാരാണ്. അവർ ചില സീരിയലുകളിലും ടെലിഫിലിമുകളിലൊക്കെ ചെറിയ സിനിമകളിലൊക്കെ അവർ മുഖം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അങ്ങനെ പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. ഒരുപാട് കലാകാരന്മാർ ഞങ്ങളുടെ സംഘടനയിൽ നിന്നും സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഇന്നും അവർ സജീവ സാന്നിധ്യമാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ താരോദയം എന്ന് പറയുന്ന ഈ ഒരു സംഘടന. വളകൾക്ക് ഇലുക്കമില്ല, എങ്ങുപോയോ മലാളെ നിന്റെ കൺപീലി എന്ത് കുതിർന്നിടുന്നു, എങ്ങുപോയി പ്രാണസഖി നിന്റെ കൺതടമെന്തേ നിറഞ്ഞിടുന്നു, കണ്ണുനീരാലെൻ്റെ കൺപടം മൂടുമ്പോൾ കൈപിടിച്ചെന്തേ നീ കൂട്ടിനില്ല, കണ്ണുനീരാലെൻ്റെ കൺപടം മൂടുമ്പോൾ കൈപിടിച്ചെന്തേ നീ കൂട്ടിനില്ല, കൈപിടിച്ചന്നു നടന്നൊരു കാലം കാറ്റിനോടും പിന്നെ പൂക്കളോടും കഥകൾ പറഞ്ഞതെന്നോർമ്മയില്ലേ, കുശലം പറഞ്ഞതെന്നോർമ്മയില്ലേ, കൈപിടിച്ചന്നു നടന്നൊരു കാലം കാറ്റിനോടും പിന്നെ പൂക്കളോടും കുശലം പറഞ്ഞതെന്നോർമ്മയില്ലേ, കഥകൾ പറഞ്ഞതെന്നോർമ്മയില്ലേ. ഞെട്ടറ്റു വീണൊരു പൂവിൻ്റെ നൊമ്പരം നെഞ്ചിലെ നോവാക്കി മാറ്റി നമ്മൾ, അന്നു ഞെട്ടറ്റു വീണൊരു പൂവിൻ്റെ നൊമ്പരം നെഞ്ചിലെ നോവാക്കി മാറ്റി നമ്മൾ, അധരപാനം ചെയ്ത വേളയിൽ നിന്റെ ശ്വാസനിശ്വാസങ്ങൾ എന്മയ്യു പടരുമ്പോൾ പൊട്ടിത്തകർന്നൊരു കുപ്പി വളത്തുണ്ട് ഞാനെൻ്റെ ചെപ്പിൽ കരുതി വച്ചു, അധരപാനം ചെയ്ത വേളയിൽ നിന്റെ ശ്വാസനിശ്വാസങ്ങൾ എന്മയിൽ പടരുമ്പോൾ പൊട്ടിത്തകർന്നൊരു കുപ്പി വളത്തുണ്ട് ഞാനെൻ്റെ ചെപ്പിൽ കരുതി വച്ചു, വക്കു പൊളിഞ്ഞൊരു ചോറ്റുപാത്രത്തിലാ കുപ്പി വളത്തുണ്ട് കരുതലുണ്ടെന്നും, വക്കു പൊളിഞ്ഞൊരു ചോറ്റുപാത്രത്തിലാ കുപ്പി വളത്തുണ്ട് കരുതലുണ്ട്, ഓർത്തെടുക്കാൻ കുറേ ഓർമ്മകൾ മാത്രം ഓർക്കുന്നിതാ എൻ്റെ പൂർവകാലം, ഓർത്തെടുക്കാൻ കുറേ ഓർമ്മകൾ മാത്രം ഓർക്കണം നമ്മുടെ പൂർവകാലം. നന്ദി, നമസ്കാരം. തുടർന്ന് കവി മണി ചിന്താപൂരിനെ സ്നേഹാദരവ് നൽകി ആദരിച്ചു.
താരോദയം രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളെല്ലാം ഇന്ന് ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നെയാണെന്നുള്ള ഒരു വിചാരത്തോടു കൂടി ഏത് സൈഡിൽ നിന്നും നമ്മളെ നേർക്കുള്ള അമ്പ് വരും, ആ ഒരു വിചാരത്തോടു കൂടി അതിനെ ഒഴിവാക്കാനുള്ള യുക്തിയും ബുദ്ധിയും ശക്തിയും നേടിയെടുത്തുകൊണ്ട് വേണം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. എങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. വിജയമെന്ന് പറഞ്ഞാൽ അനവധി തോൽവിക്ക് ശേഷം വന്ന് ചേരുന്നതാണ്. നമ്മുടെ ഉന്നതരായിട്ടുള്ള ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ പലരും വളരെ സാധാരണഗതിയിൽ നിന്നും പ്രവർത്തിച്ച് വിജയം നേടി ഉന്നതിയിലെത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ ജനിക്കുന്നെന്നുള്ളതല്ല നോക്കേണ്ടത്, എന്ത് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ അനുസ്യൂതം പ്രവർത്തിക്കണം. സിനിമാ ലോകത്ത് നമ്മൾ ആദ്യം കണ്ടതാണ് സത്യൻ. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു, അത് കഴിഞ്ഞ് അധ്യാപകനായിരുന്നു, അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു. സിനിമയിൽ തന്നെ ചെമ്മീനിലൂടെ സ്വർണ്ണ പതക്കത്തിന് അർഹനായി തീർന്നു. അപ്പോൾ സത്യൻ മരിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കവിതയാണ്, ശാരദശീല രാഗിണിമാരുടെ നാഥൻ അന്തരിച്ചു. ശാരദയുടെയും ശീലയുടെയും രാഗിണിയുടെയൊക്കെ നാഥനായിട്ട് അഭിനയിച്ചതാണ് സത്യൻ പോയി മറഞ്ഞപ്പോൾ. എന്നതുപോലെ നമ്മുടെ ചെയ്തികളാണ് നമ്മൾ നാളത്തേക്ക് റെക്കോർഡാവുന്നത്. ശ്രീമാൻ മണി ചിന്താപ്പൂര് എൻ്റെ ആദ്യ കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പല സദസ്സുകളിലും എന്നെയും വിളിക്കാറുണ്ട്. ഞാൻ വലിയ കവിയൊന്നുമല്ല, പക്ഷേ വിളിക്കുന്നിടത്തൊക്കെ പോയി കവിത ചൊല്ലുകയും അങ്ങനെ നമ്മുടെ പരിചയം പുതുക്കുകയും വിവിധ വിഷയങ്ങളെക്കുറിച്ച് എഴുതാനും ഒക്കെ കഴിഞ്ഞു വരുന്നത് നമ്മുടെ ശീലം. ആ ശീലത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അപ്പോൾ നമ്മുടെ അധ്യക്ഷനാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വികലാംഗനായിട്ട് പോലും അദ്ദേഹം ഇതിൽ ഉറച്ചു നിൽക്കുന്നു. മറ്റൊരുപാട് പ്രവർത്തനങ്ങളുണ്ട്, പ്രവർത്തന മേഖലകളുണ്ട്. അതിലെല്ലാം പ്രവർത്തിച്ച് അംഗീകാരം നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യക്കുറവോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഇതിനെയൊക്കെ അതിജീവിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഇച്ഛാശക്തി വേണം. മനസ്സിൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് വിഘ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടായിത്തീരും. അതിന് കൂട്ടായിട്ട് സഹകരണം, സന്തോഷം, ആനന്ദം, സുഖം, ശാന്തി, സമാധാനം എന്നും മനസ്സിൽ നിർത്താൻ കഴിയണം. നമ്മൾക്ക് ശുദ്ധിയോടുകൂടി പവിത്രതയോടുകൂടി ചിന്തയിൽ വന്നു കയറുന്ന മോശമായ സങ്കല്പങ്ങളാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. ആ മോശമായ സങ്കല്പങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ശുദ്ധമായ സങ്കല്പങ്ങൾ, ശുദ്ധമായ കൂട്ടുകെട്ട്, ശുദ്ധമായ നല്ല പുസ്തക പാരായണം, നല്ല സിനിമകളുടെ അല്ലെങ്കിൽ നല്ല നാടകങ്ങളുടെ ദർശനം, നല്ല കവിതകളുടെ പാരായണം, ഇതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് ഉന്നതി നേടാൻ കഴിയുമെന്നാണ് എൻ്റെ ചുരുങ്ങിയ ജീവിത അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതാണ് മറ്റുള്ളവർക്ക് ഞാൻ പങ്കുവയ്ക്കാനും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും മനഃശുദ്ധിയിലൂടെ, സഹകരണത്തിലൂടെ, സന്തോഷത്തിലൂടെ, ആനന്ദത്തിലൂടെ വിജയം നേടാൻ കഴിയുമെന്ന് പുതിയ തലമുറയ്ക്ക് കൂടി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്ന് പുതുതലമുറ പലരും ഇന്നിപ്പം ഒരു പരിപാടിയുണ്ട്, മദ്യം മയക്കുമരുന്നിന് എഗെയിൻസ്റ്റായിട്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം. ഞാൻ കഴിഞ്ഞ 10-40 വർഷമായിട്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഒരു എളിയ പ്രവർത്തകനാണ്. അതിൻ്റെ മീഡിയ സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതിലും നമ്മുടെ മണി ചിന്താപ്പൂർ അവർ പങ്കെടുത്തു. എങ്ങനെ മീഡിയ, ഇപ്പം മീഡിയ എന്ന് പറയുന്നത് പ്രിൻ്റ്, ഇലക്ട്രോണിക്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ പല വിധത്തിലുണ്ട്. അവരിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ഇപ്പോൾ ഒരാൾ മരിച്ചാൽ അത് വാർത്തയാകും. നല്ല ഒരു പ്രവൃത്തി ചെയ്യുന്നതൊന്നും മീഡിയക്കാർ വാർത്തയാക്കാറില്ല. അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല. ന്യൂസ് എന്ന് പറഞ്ഞാൽ ബാഡ് ന്യൂസ് ഈസ് ന്യൂസ്.
അടിച്ചു കൊന്നോ, അക്രമം കാണിച്ചോ, മോഷണം ചെയ്യുന്നതോ, കൊലപാതകം ചെയ്യുന്നതോ എല്ലാം വാർത്തയാകും. സേവനം ചെയ്യുന്നതൊന്നും വാർത്തയാകാറില്ല. അങ്ങനെ ന്യൂസുകാർ ഏത് രീതിയിൽ കൂടി നല്ലൊരു ലോകം നിർമ്മിക്കാൻ കാരണമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് മീഡിയ സെമിനാർ. ഈ സെപ്റ്റംബർ തന്നെ രാജസ്ഥാനിൽ മീഡിയ സെമിനാറുണ്ട്. അതിൽ ഫിലിം പ്രവർത്തകർക്കും പങ്കെടുക്കാം. ഇവിടെ ഞാനത് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോയി പങ്കെടുക്കാം. പലരും വരാമെന്ന് പറഞ്ഞാൽ അല്ലാതെ വന്നില്ല. അങ്ങനെ പുതിയ അനുഭവങ്ങളും പുതിയ ജീവിത ശീലങ്ങളും കൊണ്ടുവന്ന് സന്തോഷപ്രദമായ, സുഖകരമായ, ആനന്ദകരമായ ഒരു ജീവിതം ഉണ്ടാക്കുവാൻ താരോദയത്തിലെ അംഗങ്ങൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങളും സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുമാറാകട്ടെ എന്ന അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീത നന്ദി, നമസ്കാരം. ശ്യാംകുമാർ ചാത്തന്നൂർ, JN ബാബു, സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇത്തരമൊരു സുദിനത്തിൽ യാദൃച്ഛികമായിട്ടാണെങ്കിലും എന്നെ വന്ന് കാണുകയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത താരോദയ സംഘടനയുടെ പ്രഗത്ഭരായ കലാകാരന്മാരെ, ശരിക്കും സമുദ്രതീരം, ഈ സമുദ്രതീരം എന്ന് പറയുമ്പോൾ കേരളം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ പ്രകൃതിക്കനുസൃതമായിട്ടുള്ള ഒരു നാമവിശേഷണം നൽകിക്കൊണ്ട് സമുദ്രതീരം എന്ന ഈ സംഘടനയുടെ അമരക്കാരനായ അനിൽ മാധവൻ സാറിനെ പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അല്ലെങ്കിൽ രക്ഷാധികാരിയായി നിലകൊള്ളുന്ന എൻ്റെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ GR രഘുനാഥൻ മാമ്പള്ളിക്കുന്നത്തിനെയും, ഇവിടെ ഇത്തരമൊരു പ്രസ്ഥാനത്തിൽ സപ്തതി ആഘോഷിക്കുന്ന 2ാമത്തെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ ഗോപകുമാറിനും പ്രത്യേകം ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള, എവിടെയും ഇറങ്ങി എപ്പോഴും കാറിലും ബസ്സിലും ഏത് രീതിയിലും പോകുന്നതിനുള്ള ഒരു ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾക്കാരായിരിക്കും മിക്കവാറും ഉള്ളത്. പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹം കടന്നു ചെല്ലാത്ത മേഖലകളില്ല. അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം നമ്മൾ ആരംഭിച്ചത് ലേറ്റായതിൻ്റെ പേരിൽ ഒന്നും കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിരുന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത്രയും മേഖല, ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. കൈകടത്താത്ത മേഖലകളില്ല. ഇപ്പോൾ ഒരു കാസറ്റ്, ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് ഇറക്കിയിരിക്കുന്നു. പാടിയ ആൾ അതിഗംഭീരം, വോയിസ് അതിഗംഭീരം. അതുപോലെ തന്നെ രചയിതാവ് എന്ന വേഷത്തിൽ അദ്ദേഹം, എനിക്കറിയാം ഇനി എവിടെയാണ് പോയി നിൽക്കുന്നതെന്നും ഇദ്ദേഹം ഇനി ആരായിത്തീരുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയധികം കഴിവുകൾ പല രൂപത്തിലും ഭാവത്തിലും അദ്ദേഹത്തിനുണ്ടെന്ന് എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല, അത് അംഗീകരിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇനി ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും എന്നെ എടുത്തിട്ട് പെരുമാറുന്ന രീതിയിലുള്ള 2 വാക്ക് അനിൽ മാധവൻ സാറിനെ പറ്റി പറയുകയാണ്. ഇത്രത്തോളം അഹങ്കാരിയും ഒരു ആൾക്കാരെ ബഹുമാനിക്കാൻ ഒരു മടി കാട്ടുന്ന ഒരാളും അദ്ദേഹം കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോകുലം ഗോപാലൻ, ജയറാം, നിരവധി പ്രസിദ്ധരായ കോടീശ്വരന്മാരോടും വ്യവസായ പ്രമുഖர்களോടും അതുപോലെ തന്നെ ഈ സിനിമാ ലോകത്തുള്ള പ്രഗത്ഭരായ ആളുകളെ ഒക്കെ അവരോടൊക്കെ ഫംഗ്ഷന് പങ്കെടുക്കുമ്പോഴും സാധാരണ നമ്മൾ ഒരാളിനെ കണ്ട് എണീച്ച് കൈ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പുള്ളി അത് ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എന്നിരുന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയും ജനസ്വാധീനം, ഈ താരോദയത്തിൻ്റെ ഒരു നെടുന്തൂണാണ് അദ്ദേഹം. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ബഹുമുഖ പ്രതിഭ കൂടിയാണ് നമ്മുടെ സ്വാഗത പ്രസംഗികൻ
ബിവിൻ. അങ്ങനെ നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സമയക്കുറവ് മൂലം ഇവിടെ എത്തിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. സ്റ്റേജിൽ ഇനി വിവിധ പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. പിന്നെ ഈ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ സംഘടന ഈ ഫംഗ്ഷൻ നടത്തുന്ന സ്ഥലം, ഈ സമുദ്രതീരം, ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരാൾ വർക്കല ആ പരിസര പ്രദേശത്ത് അലഞ്ഞിരുന്ന ഒരാളിനെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഓണർ പോയി കൂട്ടിക്കൊണ്ടുവരികയും ഈ സ്ഥാപനത്തിൻ്റെ അന്തേവാസിയാക്കുകയും ചെയ്യുക ഒരു കാഴ്ച, മനോഹരമായൊരു കാഴ്ച കാണാൻ ഇടയായി. അദ്ദേഹത്തിനും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഞാനിന്നിവിടെ വന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ബാക്കിലിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവരെ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉടലെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തിനോട് ഞാനിങ്ങനെ സംസാരിക്കുകയുണ്ടായി, നമുക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വരണം ഒരു ദിവസം. ഞാനെന്ത് ഒരു പ്രൊഡ്യൂസറായിട്ട് മാത്രമല്ല നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്, ഒരു നിസ്സാരണക്കാരനായി, അതായത് വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരുവനായിട്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരിക്കാനായിട്ട് എനിക്ക് തോന്നിയത്. വേദിയിൽ പല പ്രാവശ്യം വിളിച്ചുവെങ്കിലും എനിക്ക് വരാൻ തോന്നിയില്ല. നിങ്ങളുടെ എല്ലാവരെയും കണ്ട് തൃപ്തരായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കവി നല്ല വരികൾ, സ്ത്രീകളെക്കുറിച്ച് നല്ല വരികൾ ഇവിടെ നമുക്ക് സമ്മാനിച്ചു. പക്ഷേ മനുഷ്യൻ ജീവിച്ച് ഇന്ന് ഇത്രയും കാലം ആയിട്ട് പോലും പുരുഷനെക്കുറിച്ച് ഒരു വരികൾ ഇന്ന് ആരും തന്നെ രചിച്ച് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുരുഷന്മാർ. കവികൾ പലരും പറഞ്ഞിട്ടുണ്ട്, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന എന്നൊക്കെ. സ്ത്രീകളെ തന്നെയാണ് കൂടുതലും ഉപമിച്ചിട്ടുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് കവിയോട് പറയാനുള്ളത് നമ്മുടെ പുരുഷന്മാരുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് പാടണമെന്നാണ്. പുരുഷന്മാരുടെ നല്ല ചേഷ്ടകളെക്കുറിച്ച് പറയണമെന്നാണ്. കാരണം ഈ ലോകത്തിൻ്റെ നടുത്തൂണ ഇന്ന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരെക്കുറിച്ച് നല്ലത് സംസാരിക്കണം, നല്ലത് പ്രവർത്തിക്കണം, നല്ലത് ചിന്തിക്കണം. ഇങ്ങനെ ഒരു ആശംസ ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല. എങ്കിലും സാറ് പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഞാനിവിടെ വന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 വാക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചത്. സമയം ഒത്തിരി കടന്നുപോയി. നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളുടെ കഴിവുകളെ പ്രകാശിപ്പിച്ച് മുന്നോട്ട് വരിക. ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാരെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. ഈ താരോദയത്തിലൂടെ നിങ്ങളെല്ലാവരും വളർന്നു വരണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താരോദയം ട്രഷറർ പ്രസന്നൻ പാരിപ്പള്ളി ചടങ്ങിൽ നന്ദി പറഞ്ഞു. മലയാള സിനിമയിൽ ഒരു താരം എന്നെങ്കിലും താരോദയം ചെയ്താൽ, ഈ താരോദയത്തിൽ നിന്ന് ഉദയം ചെയ്താൽ അതൊരു അഭിമാനകരമായ നേട്ടമായിരിക്കും. മാത്രമല്ല, ഈ 5-ാം വർഷം എന്ന് പറയുന്നത് 5 എന്ന് പറയുന്ന ഒരു നല്ല സംഖ്യയാണല്ലോ. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 5 ലക്ഷ്യപ്രാപ്തി ഉണ്ടാക്കുമെന്നാണ്. മാത്രമല്ല, നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഡിസബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം അതൊക്കെ മറന്നിട്ട് വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിശാഖ നക്ഷത്രത്തിൽ പിറന്ന ആളായതുകൊണ്ട് 11-ൽ വ്യാഴം നിൽക്കുന്നൊരു സമയവും, ഞാൻ രേവതി നക്ഷത്രത്തിൽ പിറന്ന ആളായതുകൊണ്ട് 5-ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയവും, ഇതിലെ പിന്നാമ്പുറ സംഘാടകർക്കൊക്കെ ഒരുപക്ഷെ നല്ലൊരു കാലം, എപ്പോഴും കാലമാണ് പ്രശ്നം, നല്ലൊരു കാലം അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യം ഈ 2026-27 വർഷങ്ങളിൽ കാണുന്നുണ്ട്. വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈശ്വരീയമായ കുറച്ച് കാര്യം കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈശ്വരീയമാണ് എപ്പോഴും കല. കാരണം ആസ്തിക്യവാദത്തിൽ നിന്നാണ് കലയുണ്ടായത് വേദത്തിൽ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവരും മുഷിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഷം അത് 2026-27 കാലയളവിൽ നമ്മുടെ താരോദയത്തിൽ നിന്ന് ഒരു താരം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റെങ്കിലും പുതിയതായി സിനിമയിൽ രംഗപ്രവേശനം ചെയ്യാനുള്ള ഒരു ഈശ്വരീയമായ സാധ്യതയും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന പ്രതിപ്രവർത്തനങ്ങളും താരോദയം ചെയ്യും എന്നാണ് ഒരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി താരോദയത്തിൽ ഇന്നത്തെ ഈ പരിപാടികളിൽ പങ്കെടുത്ത
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ വേദിയിലിരിക്കുന്ന രഘുനാഥ് സാറ് മാമ്പള്ളി, ഗോപകുമാർ സാറ്, അതുപോലെ തന്നെ പ്രശസ്തരായ കവി, അതുപോലെ എല്ലാവരും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും എല്ലാവർക്കും സമയം പോയതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. താരോദയം എക്സിക്യൂട്ടീവ് അംഗം ഗോപകുമാറിന്റെ സപ്തതി ആഘോഷിക്കുകയും ഗോപകുമാറിന് താരോദയത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് ഗോപകുമാർ സംസാരിച്ചു. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ എങ്ങനെ സന്തോഷവാന്മാരാകാം എന്നുള്ളതിന് ഈ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇന്നിപ്പം പണ്ടാന്നെ സിനിമാ നടന്മാരെയും അവരെയൊക്കെ വെച്ചിട്ടായിരുന്നു പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയായി, സോഷ്യൽ മീഡിയയിലൂടെയായി. അങ്ങനെയാണ് പരസ്യം നിൽക്കുന്നത്. അതനുസരിച്ച് കാലത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടി പിരിവ് തന്നെ നടത്തുന്നതിൻ്റെ ആവശ്യമില്ല. ഇന്ന് പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നമ്മൾ ഇത് അയച്ചാൽ തന്നെ ഇൻകം കിട്ടുന്ന പ്രോസസ്സുണ്ട്. അതേ കണക്ക് ഞാൻ മനസ്സിലാക്കിയ നല്ലൊരു കാര്യം ആണ് ഈ AWPL എന്ന് പറയുന്ന നെറ്റ്വർക്ക് ബിസിനസ്. നമ്മളിവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ അവരുടെ ആവശ്യത്തിനുള്ള പദാർത്ഥങ്ങൾ 1000 രൂപയ്ക്ക് ഒരു മാസം വീട്ടാവശ്യത്തിനോ ശരീരത്തിനോ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഈ സമുദ്രതീരം എന്ന സംഘടനയോ അല്ലെങ്കിൽ താരോദയം എന്ന ഒരു സംഘടനയ്ക്കോ വളരെ ഒരു ഹ്യൂജ് എമൗണ്ട്, കോടികൾ ഇൻകം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലാണ് ഈ നെറ്റ്വർക്ക് ബിസിനസ് പോകുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് 1-2 വാക്കുകൾ നിങ്ങൾക്ക് സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഏതൊരു കാര്യത്തിനും സ്വയം പര്യാപ്തത നേടുക, സബ്കി സാത്ത് സബ്കി വികാസ് എന്നുള്ള ഒരു പോളിസി അനുസരിച്ച് വസുദേവ കുടുംബകം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സപ്തതിയിൽ ഇപ്പോൾ ഒരു 2 സംരംഭം കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന്, ഞാൻ ഹ്യൂമൻസ് മാട്രിമോണി എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ പോവുകയാണ്. ഹ്യൂമൻസ് മാട്രിമോണി. അതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാട്രിമോണിയിൽ ചെല്ലുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യൻ മാട്രിമോണി, നായേഴ്സ് മാട്രിമോണി അങ്ങനെയൊക്കെയാണ് പരസ്യം കാണുന്നത്. പക്ഷേ ഞാൻ കൊടുക്കാൻ പോകുന്ന സംഘടനയ്ക്ക് ഹ്യൂമൻസ് മാട്രിമോണി. അതിനകത്ത് ജാതിയും ക്രീഡവും, ജാതി, ക്രീഡ്, സ്റ്റേറ്റ് ഇതൊന്നും ബാധകമല്ലാത്ത രീതിയിൽ മനുഷ്യൻ സത്യസന്ധവും പ്രേമവും സ്നേഹത്തെയും നിലനിർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു മാട്രിമോണിയോ തുടങ്ങാനായിട്ട് ഞാൻ എൻ്റെ ഈ ശതാബ്ദിയിൽ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് ഞാനിപ്പോൾ. എല്ലായിടത്തും ഒരിക്കൽ കൂടി ഇതിൽ പങ്കെടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുമോദനയും തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 11 മണി മുതൽ താരോദയം പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികൾ സമുദ്രതീരത്തിൽ അരങ്ങേറി. ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, ക്ലാസിക്കൽ ഡാൻസ്, വൺ മാൻ ഷോ എന്നിവയായിരുന്നു പരിപാടി. வைக்கிற கீதா கிழிய வைக்கிற கேத்தி கேட்டா கதையளக்கிற கேப்பா என்ன வெடிக்கிற தீட்டா ஒதுங்கி நிக்கிற ஊசு பேத்தி நிறுத்தே என்னடா பாட்டு புது பாட்டா போடுங்கடா. டேய் என்னடா குடிச்சிட்டு வந்துட்டு ஆடுற இடத்துல கலாட்டா பண்றீங்களா? ஊர் தலைவர்கிட்ட சொல்லிடுவேன். பாவாடை பிராயத்திலும் நம்மளந்து பாவைக்கு தோட்டத்திலும் பாவாடை பிராயத்திலும் நம்மளந்து பாவைக்கு தோட்டத்திலும் கண்ணன் சிரட்டையிலே நம்மளந்து மண்ணப்பன் சுட்டதலே கண்ணன் சிரட்டையிலே நம்மளந்து மண்ணப்பன் சுட்டதலே பாலிட்டன் மூல
എന്തൊരു ചന്താടി. രാഘവ, നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? നീ ആ രാജലക്ഷ്മണ മകൾ കല്യാണി കുട്ടിയുമായി എന്താണ് ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പറയുടെ പറ്റി പ്രേമാണ് മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ കറങ്ങി നടന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ട. എടാ വയ്ക്കടാ വെടി, വയ്ക്കാനല്ലേ പറഞ്ഞത്? ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നീ അത് സീരിയസ് ആക്കി. എന്നാ പിന്നെ ഞാനങ്ങോട്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഗില്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുലവേലയും കണ്ടേ. കൊല്ലം കണ്ട് ഗില്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുലവേലയും കണ്ടേ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേന്ന്. വെള്ളയമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എൻ്റെ പുന്നാരെ, എന്നെയും ഓർത്തിടണേ. അമ്മമാരൊക്കെ ഇങ്ങോട്ട് വന്നേ, വാ കമോൺ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തവനെന്ത് നീ പണി ചെയ്തു? കല്യാണം കുട്ടിക്കളിയല്ലട വേല ഇതാ, കല്യാണം കുട്ടിക്കളിയല്ലട വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കിയ വേല ഇതോ, എന്റെ മോളെ കട്ടത്തിലാക്കിയ വേല ഇതോ, എന്റെ മോളെ കട്ടത്തിലാക്കിയ വേല ഇതെന്നെ ഇരിക്കുന്നു. പുള്ളരങ്കുമാ തില്ലേലേലേലേലോ പുള്ളരങ്കുമാ, തില്ലേലേലേലേലോ പുള്ളരങ്കുമാ, തില്ലേലേലേലേലോ പുള്ളരങ്കുമാ, തില്ലേലേലേലേലോ പുള്ളരങ്കുമാ, തില്ലേലേലേലേലോ പുള്ളരങ്കുമാ, തില്ലേലേലേലേലോ പുള്ളരങ്കുമാ. பார்த்தாலும் பத்திரடி புள்ளரங்குமா, பார்த்துக்கிட்டேன்னு பேனடி புள்ளரங்குமா. 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 தில்லேலேலேலேலோ புள்ளரங்குமா, தில்லேலேலேலேலோ புள்ளரங்குமா, தில்லேலேலேலேலோ புள்ளரங்குமா, தில்லேலேலேலேலோ புள்ளரங்குமா. தானானே தானானே தானே தானானே 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 தானே தானே நானே தானானே தானானே தானானே
പുള്ളരങ്കുമാ ഊഞ്ചു കെട്ടി അടലമ്മ പുള്ളരങ്കുമാ ഊഞ്ചാ മരത്തടിക പുള്ളരങ്കുമാ ഊഞ്ചു കെട്ടി അടലമ്മ പുള്ളരങ്കുമാ ഊഞ്ചാ മരത്തടിക പുള്ളരങ്കുമാ ഊഞ്ചു കെട്ടി അടലമ്മ പുള്ളരങ്കുമാ ഊഞ്ചാ മരത്തടിക പുള്ളരങ്കുമാ ഊഞ്ചു കെട്ടി അടലമ്മ പുള്ളരങ്കുമാ തില്ലേലേലേലേലോ 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 പുള്ളരങ്കുമാ. മണ്ഡലകാലം കഴിയുമ്പോൾ കേരളീയ ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവ ആഘോഷങ്ങളുടെ തിക്കും തിരക്കും പുറപ്പെടുകയായി. അതോടൊപ്പം തന്നെ ആനപ്പാപ്പൻ്റെ വീടുകളിൽ ഭീതിയുടെ പെരുമ്പറയും മുഴങ്ങുന്നു. മതമിളകിയ ആനയുടെയും മനസ്സറിയുന്ന പാപ്പാൻ്റെയും ഉള്ളറകളിലേക്ക് ഇത് ഏതാനും ചില കഥാപാത്രങ്ങൾ. ആരായാലും ഇങ്ങോട്ട് കടന്നു വരിക. ഞാനാണേ രാവണി. എന്താ രാവണി ഇത്ര കാലത്ത്? അത് കുട്ടിശങ്കരന് മതപ്പാടുണ്ടോന്നൊരു സംശയം. വൈദ്യരൊന്നും കാണിച്ചില്ലേ രാവണി? ഇല്ല, ഇന്നലെ 10-20 കിലോമീറ്റർ നടന്നല്ലേ വന്നത്. അത് നല്ല ചുട്ടുപൊളന്ന് വെയിലത്ത്. ഞാൻ മേനോന്റെ കടയിൽ ചെന്ന് വിവരം പറഞ്ഞ് 10-20 അനാസിനങ്ങോട്ട് മേടിച്ചു കൊടുക്കുക. ചെല്ല എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച് വിരുന്നുകാരാ. എള്ളെണ്ണ മണം വീശും എന്നോടെ മുടിക്കെട്ടിൽ മുല്ലപ്പൂ ചൂടിച്ച് വിരുന്നുകാരാ. കയ്യടി പോരാ. all of you. പട്ടു മെയ്യടി തൊട്ടു തൊട്ടു പാറടി മൊട്ടു മൊട്ടു പൂവടി ചൊട്ടു ചൊട്ടു തേറടി താരിലങ്കില് തളിരിലങ്കില് താമരക്കിളിയേ ഇനി ഞാൻ നിനക്കൊരു മാലയും കൊണ്ട് തിത്തോ കുഴിയാന്റെ മക്കളെ ചെണ്ട ചെങ്ങില് ആലവട്ടവുമായി ഉന്നെ നാടറിയണ വേലിവട്ടവും തിത്തോ അല്ലിക്കൊടിയേ ചെല്ലക്കുടമേ കുറുമ്പിച്ചങ്ങര കുത്തരി പുത്തരി വള്ളക്കിലിക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികില് പൂത്ത് നിൽക്കണ പൊന്നാരേ തനി ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവനരികില് ചൊന്ന കാര്യം എന്താണ് കയ്യടി പോരാ. വൈകുന്നേരം 4 മണിക്ക് നടന്ന വാർഷിക സമ്മേളനം ചാത്തന്നൂർ MLA BB ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു.
താരോദയം സംഘടന 5ാമത് വാർഷികാഘോഷത്തിലേക്ക് കടന്ന ഒരു നല്ല വേള. ഇവിടെ സൂചിപ്പിക്കേണ്ടായി, പുതുമുഖ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക, ഏതാണ്ട് 500ഓളം പ്രതിനിധികൾ ആ സംഘടനയിൽ അംഗമാകുക, അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നതൊക്കെ പറയുന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. പിന്നെ പ്രസിഡൻറ്റ് അദ്ദേഹത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ഒരു വൈകല്യവും ഒരു കുറവുമല്ല, മറിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ആ കഴിവുകളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മനുഷ്യജീവിതം സമ്പൂർണ്ണമാകുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സംഘടനയ്ക്ക് നേതൃത്വപരമായ പങ്ക് വഹിക്കുക, ഒരു കലാകാരൻ എന്ന രീതിയിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും വേദികളും അത് കൃത്യമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു കലാജീവിതത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതേപോലുള്ള സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും, നമുക്കറിയാം കലയെന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. ആ തപസ്യ എപ്പോഴാണ് പൂർണ്ണമായും വിജയത്തിലെത്തുന്നത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എന്നാൽ ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരും നിങ്ങളെപ്പോലെ പുതുമുഖ ആർട്ടിസ്റ്റുകളായിട്ട് കടന്നു വന്നവരാണ്. പക്ഷെ അവർക്ക് അവരുടെ രംഗങ്ങളിൽ ഏറ്റവും മികച്ച പ്രതിഭകളാകുവാൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവരുടെ കഴിവിനനുസരിച്ച് ഒരു പരിധിവരെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ കലാരംഗത്ത് പലതരത്തിലുള്ള വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ വിവാദങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായും ബാധിക്കുന്നത് ഈ പുതുമുഖ ആർട്ടിസ്റ്റുകളെ തന്നെയാണ്. അവർക്ക് അവസരം ലഭിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട വിട്ടുവീഴ്ചകളടക്കം പലപ്പോഴും കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ വിവാദപരമായ ചില പ്രശ്നങ്ങളടക്കം നമ്മുടെ മുന്നിൽ വളരെ വേദനയോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ, ആ പ്രശ്നങ്ങൾക്ക് ഒരു ഇടപെടാൻ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായും പുതുമുഖങ്ങളായി കടന്നു വരുന്നവർ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരുടെ ദുഃഖങ്ങൾ എന്താണ് എന്ന് പറയുവാൻ ഒരു സംഘടനയുണ്ടെങ്കിൽ അതൊരു പരിധി വരെ പറഞ്ഞു. ഇപ്പോൾ 500 രൂപയെ അവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നുള്ളൂ. 1000 രൂപ കൊടുക്കുന്നുണ്ട് ഡയറക്ടർ, പക്ഷേ 500 രൂപയെ ആ കലാകാരൻ്റെ കയ്യിലെത്തുന്നുള്ളൂ. കലാകാരനായാലും ഏതൊരു മനുഷ്യനായാലും അവരുടെ ജീവിതവും കഴിഞ്ഞുകൂടണം. അവിടെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രതിഫലങ്ങളടക്കം കിട്ടാൻ, അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ ഒരു സംഘടന എടുക്കുന്ന ആ പ്രവർത്തനത്തെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, ഇപ്പോൾ നമ്മുടെ ക്ഷേത്ര ഉത്സവ വേദികൾ 10 മണിവരെ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതുപോലെ ഒരുപാട് കലാകാരന്മാർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുക കഴിയുന്നില്ല. അതിനുമപ്പുറം അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ നിരവധി പേര് വന്നു പറഞ്ഞു പോയിട്ടുണ്ട്. അതും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഒരു കോടതി, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഒരു കോടതി വിധി വന്നു. ആ കോടതി വിധിയെ മറികടക്കുവാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ ഒരവസരം കേരള നിയമസഭയിൽ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വിഷയം കേരള നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുത്താനുള്ള ഒരു ഇടപെടൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാനത് പറയാൻ കാരണം, സബ്മിഷനും സദസ്യനടിക്കൽ പ്രമേയമൊക്കെ ഒരു ദിവസം 4 എണ്ണമേ അനുവദിക്കത്തുള്ളൂ. 10-60 MLA കൊടുക്കും. സ്പീക്കർ അത് നറുക്കിട്ട് ചോദ്യം അങ്ങനെ തന്നെയാണ്. ഞാൻ അല്ലാതെ ചോദിക്കാം. ചിലപ്പോൾ നിയമസഭയ്ക്കകത്ത് മറുപടി കിട്ടാതുള്ള രേഖാമൂലമുള്ള മറുപടികൾ നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു ശ്രദ്ധനിക്കൽ പ്രമേയമായി അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അത് 140 MLA കേൾക്കൂ, മന്ത്രിമാർ കേൾക്കൂ. അപ്പോഴതിന് അതിന് മറ്റു ചില പ്രാധാന്യമുണ്ട്, നിയമപരമായ മറ്റു ചില പ്രാധാന്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അതുകൊണ്ട് അവസരം നിങ്ങളുടെ മുമ്പ് ഞാൻ വാക്ക് പറഞ്ഞിട്ട് പോയാൽ നടക്കണം. അതിൽ അവസരം അത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ
അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് നൽകണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കലാകാരന്മാർ, അവരുടെ കുടുംബങ്ങൾ ഒക്കെ ആ പ്രശ്നം കുറേയധികം എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA എന്ന രീതിയിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നല്ല ചടങ്ങിന് എന്നെ കൂടി ക്ഷണിച്ച എൻ്റെ സംഘാടകരുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടനയുടെ 5ാമത് വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താരോദയം പ്രസിഡന്റ് അനിൽ മാധവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതുമുഖ ആർട്ടിസ്റ്റുകളാണ് പുതുമുഖ രംഗത്തേക്ക് കടന്നു വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നതിനും വേണ്ടിയുള്ള സംഘടനയാണ്. കലാരംഗത്ത് ഒത്തിരി സംഘടനകളുണ്ട്, എന്നാൽ ഇത് അവരെ പ്രോത്സാഹിപ്പിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഘടനയാണ്. ന്യൂ ഫേസ് ജൂനിയർ ആർട്ടിസ്റ്റ് സംഘടനയാണിത്. ഇതെന്ത് രൂപം കൊണ്ട കാരണം കൂടി ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രോഗ്രാം കോർഡിനേറ്ററാണ്. കലാരംഗത്ത് വേദികളിൽ കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയും സിനിമ സീരിയൽ രംഗത്ത് ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ കാരണത്താൽ തന്നെ എൻ്റെ കൂടെ ഒത്തിരി കലാകാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസംഗം പറഞ്ഞ പോലെ ഒത്തിരി വർഷങ്ങളായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. സിനിമ ഫീൽഡും സീരിയൽ ഫീൽഡും എന്നൊക്കെ പറഞ്ഞ് അതിലൊന്നും നടക്കാതെ വന്നുകൊണ്ടാണ് ഞങ്ങൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗത്തേക്ക് ഇറങ്ങിയതും. വളർന്നു വരുന്ന കലാകാരന്മാർക്കെങ്കിലും ആ നല്ല കാലം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങനൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. കാരണം ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളെയും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരും അംഗീകരിക്കുന്നവരല്ല. അവരും നല്ല രീതിയിൽ അഭിനയമോഹമായി ചെല്ലുമ്പോഴാണ് അവരെ അവിടെ പിടിച്ച് ക്രൗഡ് നിൽക്കാനും അല്ലെങ്കിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന വേഷങ്ങൾ ചെയ്യാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നത്. അതിനുവേണ്ടി അവർ രാവിലെ മുതൽ വൈകുന്നേരം അവിടെ നിൽക്കുന്നുണ്ട്. തുച്ഛമായ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത്. വെറും 500 രൂപ 400 രൂപയൊക്കെയാണ് ഈ 2018-19 ഈ കാലഘട്ടത്തിലേക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തതാണ് ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാവാൻ കാരണം. അതിന് ഒരു പ്രൊഡ്യൂസർ പറയുന്നത് അവർ 1000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്, എന്നാൽ ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ചെല്ലുമ്പോൾ 500 രൂപയാവുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് ഒരു കോർഡിനേറ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സബ് കോർഡിനേറ്റർ ഉണ്ടായിട്ടാണ് ഈ ആർട്ടിസ്റ്റ് യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുന്നത്. അവർക്ക് കിട്ടുന്ന 1000 രൂപ വേതനത്തിൽ നിന്നും ഈ വരുന്ന എല്ലാം 100 രൂപ വെച്ച് പങ്കുവെച്ച് പോകുന്ന ഒരു സത്യം ഞങ്ങൾ അവിടെ വെച്ച് മനസ്സിലാക്കി. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടനയും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി തൊഴിലാളി യൂണിയൻ സംഘടനയും ചേർന്ന് ഞങ്ങളൊരു സമര പരിപാടി സംഘടിപ്പിച്ചു. ആ തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് ലാൽരാജ് എന്നിവിടെ ഉണ്ട്. ഒരു സമര പരിപാടി അവരുടെ നേതൃത്വത്തിലും ഞങ്ങളുടെ നേതൃത്വത്തിലും സംഘടിപ്പിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അന്ന് മുതൽ 1500 വേതനമാക്കി. എന്നാലും ഇപ്പോഴും എവരുടെ കയ്യിൽ കിട്ടുന്നത് ഇപ്പോഴും 800-ഉം 1000-ഉം 1000-ന് താഴെയും തന്നെയാണ്. ഈ സംഘടന ഇപ്പോൾ ഞങ്ങൾ പുതിയ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഒറ്റ കോർഡിനേറ്റർ അല്ലെങ്കിൽ 2 കോർഡിനേറ്റർ അത് വെച്ച് മുന്നോട്ട് പോവുക. എങ്കിലെങ്കിലും അവരെ വേതനം ഈ പാവപ്പെട്ടവർക്ക് കിട്ടും. രാവിലെ മുതൽ വൈകുന്നവരെ രാത്രി ആകുന്നതുവരെ ഈ അഭിനയമുഖം മോഹിച്ച് അവിടെ കിടക്കുന്നവരാണവർ. അങ്ങനെ ഒരു നിവേദനവും ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. കലാകാരന്മാർ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടന രൂപം കൊടുത്തത് 2019-ലാണ്. 19 രൂപം കൊടുക്കുമ്പോൾ നമ്മുടെ രക്ഷാധികാരി മാമ്പള്ളി രഘുനാഥ് സാറ് അദ്ദേഹം ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സർക്കാർ ജോലിയുള്ള അദ്ദേഹം സർക്കാരിൽ നിന്ന് വിരമിച്ച ശേഷവും ജൂനിയർ ആർട്ടിസ്റ്റാണ്. എവിടെ ആര് വിളിച്ചാലും അപ്പോൾ ചെറിയ വേഷമായാലും അദ്ദേഹം പോകും. അദ്ദേഹവും ഞങ്ങളുമൊക്കെ ചേർന്നാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. താരോദയം ട്രഷറർ പ്രസന്നൻ പാരിപ്പള്ളി സ്വാഗതം പറഞ്ഞു. അപ്പോൾ ഒരു താരം, മലയാള സിനിമയിൽ ഒരു താരം എന്നെങ്കിലും താരോദയം ചെയ്താൽ, ഈ താരോദയത്തിൽ നിന്ന് ഉദയം ചെയ്താൽ അതൊരു അഭിമാനകരമായ നേട്ടമായിരിക്കും. മാത്രമല്ല ഈ 5-ാം വർഷം എന്ന് പറയുന്നത് 5 എന്ന് പറയുന്ന ഒരു നല്ല സംഖ്യയാണല്ലോ. സംഖ്യാശാസ്ത്രം അനുസരിച്ച് 5 ലക്ഷ്യപ്രാപ്തി ഉണ്ടാക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ഡിസബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം അതൊക്കെ മറന്നിട്ട് വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിശാഖ നക്ഷത്രത്തിൽ പിറന്ന ആളായതുകൊണ്ട് 11-ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയവും, ഞാൻ രേവതി നക്ഷത്രത്തിൽ പിറന്ന ആളായതുകൊണ്ട് 5-ൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയവും
ഇതിലെ പിന്നാമ്പുറ സംഘാടകർക്കൊക്കെ ഒരുപക്ഷെ നല്ലൊരു കാലം, എപ്പോഴും കാലമാണ് പ്രശ്നം, നല്ലൊരു കാലം അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യം ഈ 2026-27 വർഷങ്ങളിൽ കാണുന്നുണ്ട്. വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥനായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഈശ്വരീയമായ കുറച്ച് കാര്യം കൂടെ ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈശ്വരീയമാണ് എപ്പോഴും കല. കാരണം ആസ്തിക്യവാദത്തിൽ നിന്നാണ് കലയുണ്ടായത് വേദത്തിൽ. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവരും മുഷിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഷം അത് 2026-27 കാലയളവിൽ നമ്മുടെ താരോദയത്തിൽ നിന്ന് ഒരു താരം, ഒരു ജൂനിയർ ആർട്ടിസ്റ്റെങ്കിലും പുതിയതായി സിനിമയെ രംഗപ്രവേശനം ചെയ്യാനുള്ള ഒരു ഈശ്വരീയമായ സാധ്യതയും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന പ്രതിപ്രവർത്തനങ്ങളും താരോദയം ചെയ്യും എന്നാണ് ഒരു ഉറപ്പ് കൂടി തന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി താരോദയത്തിൽ ഇന്നത്തെ ഈ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇതിൻ്റെ വേദിയിലിരിക്കുന്ന രഘുനാഥ് സാറ് മാമ്പള്ളി, ഗോപകുമാർ സാറ്, അതുപോലെ തന്നെ പ്രശസ്തരായ കാവ്യ, അതുപോലെ എല്ലാവരും പേര് എടുത്തു പറയുന്നില്ല എങ്കിലും എല്ലാവർക്കും സമയം പോയതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. താരോദയം രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥും താരോദയം പ്രസിഡന്റ് അനിൽ മാധവും ചേർന്ന് ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് സ്നേഹാദരവ് നൽകി ആദരിച്ചു. തുടർന്ന് താരോദയത്തിലെ അംഗങ്ങളെ ചാത്തന്നൂർ MLA BB ഗോപകുമാർ താരോദയത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. താരോദയം രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥ്, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എമ്മിന് താരോദയത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. താരോദയം രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. കലയെന്ന് പറയുന്നത്, കലയിൽ കനകവിളക്കായി ശോഭിച്ച് ഉദയം ചെയ്തൊരു നല്ലൊരു സത്യൻ പിരിഞ്ഞുപോയി, നമ്മളെയെല്ലാം പറന്നുപോയി മറ്റൊരു നിക്കിൽ. ആദ്യമായിട്ട് സത്യൻ അന്തരിച്ചപ്പോൾ എനിക്ക് എഴുതാൻ തോന്നിയ വരികളാണ്. കലയിൽ കനകവിളക്കായി ശോഭിച്ച് ഉദയം ചെയ്തൊരു നല്ലൊരു സത്യൻ പിരിഞ്ഞുപോയി, നമ്മളെയെല്ലാം പറന്നുപോയി മറ്റൊരു ദിക്കിൽ. കലയെക്കുറിച്ച് എഴുതിയത്, കല തന്നെ ആകാരമേ നീ തന്നെ ഉലകിൻ്റെ കവിളിൽ തലോടുന്ന കനിവ് ആശ്വാസമായി. കലയെന്ന് പറയുന്നത് ലോകത്തിൻ്റെ കവിളിൽ തലോടുന്ന കനിവാണ്, അത് ഒരാശ്വാസമാണ്. കലയിലൂടെ ദാരിദ്ര്യത്തെയും ദുഃഖത്തെയും അശാന്തിയെയും ക്ലേശത്തെയും ഒക്കെ മറികടക്കാനുള്ള ഒരു ഉപാധിയാണ് കല. അതുകൊണ്ട് കല ജീവിതത്തിൽ നമ്മളെ ഒരുപാട് പരിപോഷിപ്പിക്കുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്, സംഘടിപ്പിക്കുന്നതാണ്, സംശുദ്ധരാക്കുന്നതാണ്. ആ വിചാരത്തോട് വേണം കലാകാരനാകാൻ. അല്ലാതെ ഒരു കലാകാരൻ മറ്റുള്ളൊരു കലാകാരനെ കുത്തുവാക്ക് പറയുകയോ താഴോട്ട് പിടിച്ച് ഇടുകയോ ഒന്നും ചെയ്യരുത്. പ്രോത്സാഹനം മാത്രം കൊടുക്കുന്ന ഒരിടപാടായി മാറ്റണം കലാകാരന്മാർ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതാണ് ഈ കലയിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ സഹായമാകുന്നത്. നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള കലാവാസനയുണ്ട്. ഒന്ന് ഈ ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ, പാട്ട് പാടാൻ, കവിത എഴുതാൻ, കഥ എഴുതാൻ, ഇങ്ങനെ ഏതെങ്കിലും ഉള്ള കലാപ്രവർത്തനത്തെ വികസിപ്പിക്കുവാൻ
നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് പ്രയോജനപ്പെടുക എങ്കിൽ അത് വളരെയധികം സഹായമായിരിക്കും, ജീവിതത്തിൽ ഓർമ്മിക്കത്തക്കതായിരിക്കും. അങ്ങനെയുള്ളതായി തീരട്ടെ എന്ന ആശംസകളോട് കൂടി തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിലെ ഒരു എളിയ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സിനിമ എന്ന് പറഞ്ഞാൽ സിന്നിൻ്റെ അമ്മയാണെന്നും കൂടി ഒരു ചൊല്ലുണ്ട്. സിന്നെന്ന് പറഞ്ഞാൽ പാപം, പാപത്തിൻ്റെ അമ്മയാകാൻ സിനിമയ്ക്കൊരു ചാൻസ് ഉണ്ട്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സിനിമാ ഫീൽഡിലും പ്രവർത്തിക്കാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യ അതിഥിയായി ചലച്ചിത്ര സീരിയൽ താരം താജ് പത്തനംതിട്ട പങ്കെടുത്തു. പ്രസംഗം കേൾക്കാനുള്ള ഒരു മൂഡിലല്ല നിങ്ങളിരിക്കുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ വന്നപ്പോൾ തന്നെ പലരെ നെഞ്ചുകൾ ഇടിക്കാൻ തുടങ്ങി. കാരണം 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്, അപ്പം അരമണിക്കൂറെങ്കിലും പ്രസംഗം കാണും എന്നുള്ളൊരു വിചാരമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. താരോദയം എന്ന ഈ ഒരു സംഘടനയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇവിടെ അവസരമൊരുക്കിയ സ്നേഹതീരത്തിന് സമുദ്രതീരത്തിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള 1000 നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മനോഹരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിജയൻ, കലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സിന്ധു, കവി ബാബു പാക്കനാർ, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, സീരിയൽ താരങ്ങളായ ലാൽരാജ് വെഞ്ഞാറമൂട്, മുരുകൻ ശ്രീവരാഹം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. നമുക്കറിയാം, ഗോപിനാഥ് മുതുകാട് നമ്മുടെ ഒരു പ്ലാനറ്റോറിയം തിരുവനന്തപുരത്ത് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് തെരുവ് പ്രദേശങ്ങളിലെല്ലാം തന്നെ മാജിക് അവതരിപ്പിക്കുന്ന ആളുകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയായി രൂപീകരിച്ച് ആണ് അദ്ദേഹം അവിടെ ആ പ്ലാനറ്റോറിയം തുടങ്ങിയത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സംഘടനയും. നമ്മുടെ ഈ കലാമേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങളെയെല്ലാം ഒരു കണ്ണിയിൽ കോർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് താരോദയം. അതിന്ന് വളരെ വിപുലമായ രീതിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആവശ്യങ്ങൾ അധികാരികളെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നമ്മളിവിടെ പറഞ്ഞു, എന്നോട് ചോദിക്കുകയും ചെയ്ത് സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി രാവിലെ തൊട്ടേ എല്ലാവരും ഓരോ കലാപരിപാടികളൊക്കെ കണ്ടു വൈകുന്നേരമായി. അപ്പോൾ ഒരുപാട് നീണ്ടു പോകുമോ പ്രസംഗം എന്നുള്ള ഒരു ആകാംക്ഷയായിരിക്കും അങ്ങനെ ചോദിക്കാനുള്ള കാരണം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഈ വാർഡ് മെമ്പറും കൂടെ ആയതുകൊണ്ടായിരിക്കാം എന്നെ കൂടി ഈ പരിപാടികളോട് ക്ഷണിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ കണക്ക് സംഘടിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി ആ സംഘടനയെ 5 വർഷക്കാലത്തോളം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയ ഈ സംഘടനയ്ക്ക് തുടർന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. അത് നിങ്ങളെല്ലാവരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കൂടി ഈ പരിപാടികളിൽ ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താരോദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ ഈ സമ്മേളനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും ഇടയാകട്ടെ. ഗോപകുമാറിനെ പോലുള്ള നിയമ സാമാജികന്മാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഈ കലാകാരന്മാരുടെ സംഘടനകൾ കൊടുക്കുന്ന ഹർജി കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അനിൽ മാധവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിലെ ശൗചാലയങ്ങൾ കൃത്യമായി പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ ശൗചാലയങ്ങൾ, മൂത്രപ്പുരകളും കക്കൂസുകളും സൗജന്യമായി പൊതു ഇടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകണമെന്നുള്ള നിലയിൽ ഒറ്റയാൾ സമരം ചെയ്ത JP വെളമാനിയുടെ ഇരിപ്പുണ്ട്. ആ സമരം ഇന്ന് കേരളത്തിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ തന്നെ JPയുടെ ആ സമരം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ നിശ്ചയിച്ചാലും ചില മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മുടെ സമൂഹത്തിൽ കഴിയും എന്നുള്ളതിനൊരു തെളിവ് JP ആണ്. അതുപോലെ അനിൽ മാധവിൻ്റെ ഈ ഡിസബിലിറ്റി ഒരു ഡിസബിലിറ്റി അല്ല,
അതൊരു മികവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ സംഘാടനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 5ാമത് വാർഷിക ആഘോഷത്തിൽ എന്നെ കൂടി പരിഗണിച്ചതിന് അനിൽ മാധവണ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട്, അതോടൊപ്പം സമുദ്രതീരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം പങ്കിടുവാൻ കഴിഞ്ഞ ഈ ധന്യ നിമിഷത്തിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇന്ന് ഈ വേദി കാണുന്ന ഈ പരിപാടി നടക്കുമ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് ഈ വേദി ഉപയോഗിക്കുന്നത്. കാരണം ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇന്നും ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വലിയ ഒരു ആഘോഷ പരിപാടിയാണ് ഈ പ്രാവശ്യം നടത്താൻ ഉദ്ദേശിച്ചതെങ്കിലും നമുക്ക് വേദി ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചെറിയ ഓഡിറ്റോറിയത്തിൽ നമുക്ക് പരിപാടി നടത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. എങ്കിൽ ഈ ഓണാഘോഷം ഏതാണ്ട് 10-14 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ബിന്ദു ലക്ഷ്യ ഉൾപ്പെടെ പരിപാടികൾ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അവർ പരിപാടി ബുക്ക് ചെയ്യുന്നത് അവരുടെ സ്വന്തം ചെലവിലാണ് ഈ അച്ഛന്മാരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പരിപാടികൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ അച്ഛനെയും അമ്മയും അതോടൊപ്പം തന്നെ കുട്ടികളെയും നമ്മൾ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോയി ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ തൊട്ടേ അച്ഛന്മാരും അമ്മമാരും ഇവിടെ വന്നിരിക്കുമ്പോൾ ഏറെ പ്രയാസപ്പെട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരിപാടി ചുരുക്കി എത്രയും പെട്ടെന്ന് അവർക്കുള്ള സൗകര്യം കൂടി ചെയ്തു തരണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താരോദയം ജൂനിയർ ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാമിൽ 2ാം പ്രാവശ്യവും എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്നിവിടെ സംസാരിച്ച എല്ലാ വ്യക്തികളെയും സംസാരങ്ങളും അതുപോലെ തന്നെ MLAയും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും 1000 നന്ദി, നമസ്കാരം. താരോദയം ന്യൂ ഫേസ് ആർട്സ് അസോസിയേഷൻ്റെ 5ാമത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് എനിക്കിവിടെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാരോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാനും സന്തോഷമുണ്ട്. അതിന് അവസരമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും ഓണക്കിറ്റും നൽകി. താരോദയം എക്സിക്യൂട്ടീവ് മെമ്പർ ഉഷാദ് പത്തനംതിട്ട ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അനിൽ മാധവ സാർ, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ താരോദയത്തിൻ്റെ കുടുംബാംഗങ്ങളെ, ഈ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാരെ, സമയം ഒരുപാട് കഴിഞ്ഞതിനാൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.